ഇത് മോളുടെ മുടി കളയൽ ചടങ്ങിന് തൊട്ട് മുന്നേ ഉള്ള ലുക്കാണ്. അപ്പോൾ ഈ മുടി കളയൽ ചടങ്ങ് കറക്റ്റ് ടൈമിൽ നടത്താൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു. കാരണം മോൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ചടങ്ങ് നടക്കേണ്ട ദിവസത്തിൻ്റെ 2 ദിവസം മുന്നേ നമുക്ക് ഡിസ്ചാർജ് ആയത് കാരണം നമ്മൾ ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മൾ പെട്ടെന്ന് നടത്തുകയും വളരെ ചെറിയൊരു ചടങ്ങായിട്ട് നമ്മൾ നടത്തിയത്. അപ്പോൾ മോൾ സഹകരിക്കുമോ എന്നുള്ളത് വളരെയധികം സംശയമായിരുന്നു. കാരണം മുടിയെടുക്കാൻ വരുന്നതിന് തൊട്ട് മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ വന്ന് മുടിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വളരെയധികം കുഴപ്പമൊന്നും ഇല്ലാണ്ട് പാപ്പിയുടെ കയ്യിൽ മര്യാദക്കാരിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ചിനുങ്ങി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു, ഇനി സമ്മതിക്കില്ലയോ, തലമുറിയോ എന്നൊക്കെ. പക്ഷെ വന്ന വളരെ സൂക്ഷിച്ച് വളരെ പതുക്കെ നല്ല രീതിയിൽ തന്നെ മുടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ദിവസം തന്നെയാണ് കുഞ്ഞിന് നൂലുകെട്ടൽ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ 2 ചടങ്ങും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ നടത്തിയത്. അപ്പം പല നാട്ടിലും പല രീതിയിലാണ് നൂലുകെട്ടൽ ചടങ്ങും മുടിയെടുക്കൽ ചടങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നാട്ടിൽ ഏത് ദിവസമാണ് ഇങ്ങനത്തെ ചടങ്ങൊക്കെ നടത്തുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പേഴ്സണലി മുടിയുള്ള ലുക്കായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നിയത്. പക്ഷേ മുടി കളഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. മോള് കരഞ്ഞു തുടങ്ങിയായിരുന്നു. ചടങ്ങിന് ഒരുങ്ങിയതിന് ശേഷം ഇതാണ് മോളുടെ ലുക്ക്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.